എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനമേത്? ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി മിസോറാം. മിസോറാമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗമേത്? കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 39. അനുച്ഛേദം 39 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് പരാമർശിക്കുന്നത്. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ച വർഷം? പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ച വർഷം? ഓപ്ഷൻ എ 1961. 1961 പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ചത്. ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ്? ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ഏപ്രിൽ 11. ഏപ്രിൽ 11 ദേശീയ മാതൃസുരക്ഷാ ദിനം. വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര്? വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം? ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം? ഓപ്ഷൻ എ ജീവകം സി. ജീവകം സി ആണ് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി 2007. 2007 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി വളപട്ടണം. വളപട്ടണം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഓപ്ഷൻ ഡി 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയത്? സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയത്? ഓപ്ഷൻ ബി ഇരുമ്പ്, കാർബൺ. ഇരുമ്പും കാർബണുമാണ് സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം താഴെ പറയുന്നതിൽ ഏതിൽ കൂടിയായിരുന്നു? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം പറയുന്നതിൽ ഏതിൽ കൂടിയായിരുന്നു?
ഓപ്ഷൻ ബി റൗലറ്റ് സത്യാഗ്രഹം. റൗലറ്റ് സത്യാഗ്രഹത്തിൽ കൂടിയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം. പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ്? പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ സി മർദ്ദം. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ഓപ്ഷൻ സി ഓസ്മോസിസ്. ഓസ്മോസിസ് ആണ് ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ. ഓപ്ഷൻ എ തെലുഗു. തെലുഗു ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ടത്. താഴെ നൽകിയവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? നൽകിയിരിക്കുന്നവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? ഓപ്ഷൻ സി മയോപ്പിയ. തന്നിരിക്കുന്നവയിൽ മയോപ്പിയയാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി മാഹി. മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ ഡി ഗ്ലോബുലിൻ. ഗ്ലോബുലിനാണ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? ഓപ്ഷൻ ഡി ശാന്തസമുദ്രം. ശാന്തസമുദ്രത്തിലാണ് റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷമേത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം. ഓപ്ഷൻ ഡി 1866. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായത്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ലണ്ടൻ. ലണ്ടനിലാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി അമേരിക്ക. അമേരിക്കയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. കേരളത്തിൻ്റെ ഗവർണറായ മലയാളി. കേരളത്തിൻ്റെ ഗവർണറായ മലയാളി. ഓപ്ഷൻ എ വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ മലയാളി. കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം. കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ ബി 1994. 1994 കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഓപ്ഷൻ എ 1920. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR പ്രവർത്തനം ആരംഭിച്ച വർഷം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം. ഓപ്ഷൻ സി 2007. 2007 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ? ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ?
ഓപ്ഷൻ സി നൈട്രജൻ, ഹൈഡ്രജൻ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ഓപ്ഷൻ സി മക്മോഹൻ രേഖ. മക്മോഹൻ രേഖയാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായ വർഷം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായ വർഷം. ഓപ്ഷൻ ഡി 1895. 1895 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? അമ്മീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? ഓപ്ഷൻ ഡി വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹം അളക്കാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട വർഷം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ തൃശ്ശൂർ. തൃശ്ശൂരിലാണ് 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ടെറ്റനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി പാസ്ചറൈസേഷൻ. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. ഓപ്ഷൻ ബി പോളിത്തീൻ. പോളിത്തീനാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ സി 86-ാം ഭേദഗതി. ഭരണഘടനയുടെ 86-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. ഓപ്ഷൻ എ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് 1990 വിവരാവകാശത്തിന് വേണ്ടി പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. കെൽവിൻ സ്കെയിലിൽ മനുഷ്യശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ്. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ്. ഓപ്ഷൻ എ 310. 310 കെൽവിനാണ് കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം അറിയപ്പെടുന്നത്
ഓപ്ഷൻ എ അന്തർവ്യാപനം. അന്തർവ്യാപനം എന്നാണ് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം അറിയപ്പെടുന്നത്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഓപ്ഷൻ ഡി 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 24. മനുഷ്യ ശരീരത്തിൽ 24 വാരിയെല്ലുകളാണ് ഉള്ളത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി റൗലക്റ്റ് ആക്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റൗലക്റ്റ് ആക്ടിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നിരുന്നത്. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ OM നമ്പ്യാർ. OM നമ്പ്യാറാണ് ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം? കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഓപ്ഷൻ എ 1938. 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.